ഏകദേശം ഫ്ലോപ്പായി. ഹലോ. അപ്പൊ നമ്മൾ കുറച്ചായിട്ടോ ബ്രീഡിംഗ് ഒക്കെ നിർത്തി വെച്ചിട്ട്. അപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായ കോയിൻ സൈസിലുണ്ടായ ഏഞ്ചൽ ഫിഷ് ആണ്. അപ്പൊ ഇവരൊക്കെ ബ്രീഡിംഗ് പെയർ ആയിട്ട് കിടപ്പാണ്. അപ്പൊ ഇവരൊക്കെ നമ്മൾ സെയിൽ ചെയ്യേണ്ടതാണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യട്ടെ. മെസ്സേജ് അയച്ചത് ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ഒരു ടാങ്ക് ആയിരുന്നു ഇട്ടത്. ഇവന്മാരെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഗപ്പിന്റെ ബ്രൂഡിനെ ഇറക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ പറ്റൂല കേട്ടോ. കാരണം ഇവന്മാര് ഒരു ബ്രീഡിംഗ് പെയർ ആണ് റെഡ് ഡേവിൾ ഏഞ്ചലിന്. അപ്പൊ ഇവന്മാർ ഇതിൽ എഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ എഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊന്നും കൊടുക്കാത്തതുകൊണ്ട് കുട്ടികളെ ഇവന്മാർ തന്നെ കഴിച്ചു പോകാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏഞ്ചലിനെ നമ്മൾ അത്ര വലിയ രീതിയിൽ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഏകദേശം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു 3 പേരൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ബാക്കി പേയേഴ്സിന് എന്തായാലും നമ്മൾ സെയിൽ ചെയ്യട്ടെ. ഈ പെയറൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചതാണ്. ഇത് റെഡ് ഡെവിളിന്റെ ആണ്. കുറച്ച് കളർ കുറവാണ്. അതുകൊണ്ട് തന്നെ 300 ആട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ നമ്മൾ പുതുതായിട്ട് ഒരു ബ്രൂഡ് സ്റ്റോക്ക് ഗപ്പീനെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചയാട്ടോ മെയിൻ ആയിട്ട് കാണിക്കാൻ വന്നത്. അപ്പോഴാണ് ഇവന്മാരൊക്കെ കണ്ടത്. ഇത് നമ്മുടെ മറ്റൊരു ഫ്രിഡ്ജ് കേസിൽ പണ്ട് നമ്മുടെ കയ്യിലുണ്ടായ ഫൈറ്റർ ഫിഷ് ആണ്. കുഞ്ഞായപ്പോൾ എടുത്ത് ഇറക്കി വിട്ടതാട്ടോ. അപ്പൊ ഇവനങ്ങ് കയറി വലുതായി ഫ്രിഡ്ജ് കേസ് കടന്നിട്ട് തന്നെ. അപ്പൊ ഇതിൽ തന്നെ ഒരു ഫീമെയിലും ഉണ്ട്. ഒരു പക്ഷെ അതിന്റെ കുട്ടിയായിരിക്കാം ഇവന്മാര്. കുറച്ച് കുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കി വെച്ച 1-2 ഫ്രിഡ്ജ് കേസിലൊക്കെ ഇവന്മാര് മക്കൾ വെച്ചിട്ടൊക്കെ ആയിട്ട് കിടക്കാണ്. ഈ ആദ്യമേ കൊടുത്തിട്ടില്ലെങ്കിലും കുറച്ച് കുട്ടികളെ നമുക്ക് റേസായി കിട്ടും ട്ടോ. അങ്ങനെ റേസായി കയറി വരുന്ന കുട്ടികളാണ് ഇതൊക്കെ. നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ എന്നാലും സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു കുഞ്ഞൻ കുട്ടീനെ കാണാൻ പറ്റും. ഇതിന്റെ ഫീമെയിലും ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ഗപ്പിനെ പോലെ തന്നെ അതിൽ വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ തപ്പിയാണ് നമുക്കൊരു ഫ്രിഡ്ജ് കേസ് കിട്ടിയിട്ട് നമ്മൾ നേരെ സൺഷെയ്ഡിന്റെ താഴത്തായിട്ട് നമുക്ക് വെക്കാൻ പറ്റും, നമ്മുടെ വാട്ടർ ടാങ്കിന്റെ ഒക്കെ മുകളിലായിട്ട്. അപ്പോൾ ഇവനെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഉള്ളിൽ എന്തോ ഒരു കൂടെ കൂട്ടിയിട്ടുണ്ട്, എന്തോ ജീവി വന്നിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 24 മണിക്കൂർ അതിന്റെ മുകളിൽ വെള്ളം പിടിച്ചു വെക്കണം കേട്ടോ. ഞാൻ എന്തായാലും 2 ദിവസം പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രൂഡ് സ്റ്റോക്കിന് ഇതിലേക്ക് ഇറക്കുള്ളൂ. കാരണം കോർപ്പറേഷൻ വെള്ളമാണ്. അപ്പോൾ അതിൽ ക്ലോറിന്റെ കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടാവും. എത്ര എമൗണ്ട് വരും അറിയില്ല. ചില സമയങ്ങളിൽ കൂടുതലായിരിക്കും, ചില സമയങ്ങളിൽ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫിഷിനെ ഇറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ അടിച്ച് കഴുകിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കഴുകി വെച്ച് നല്ല ഉരച്ച് കഴുകി വെച്ചിട്ട് കമഴ്ത്തി വെച്ചൊരു ഫ്രിഡ്ജ് കേസ് ആണ് ഇട്ടത്. അങ്ങനെ പതിയെ നമുക്ക് വെള്ളം നിറയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട് കേട്ടോ. പിന്നെ കോർപ്പറേഷൻ വെള്ളം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോയിലാണ് വരുന്നത്. ചില സമയത്ത് നല്ല സ്പീഡിൽ വരും, ചിലപ്പോൾ തീരെ സ്പീഡ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിൽ നമ്മുടെ സിമെന്റ് പാനയിൽ വളർത്തുന്ന ഗപ്പിക്കുട്ടന്മാരുടെ അടുത്ത് പോയി നോക്കിട്ടോ. എല്ലാവരും മിക്സഡ് ഗപ്പിയാട്ടോ. അപ്പം നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പണ്ട് നമ്മൾ ഒരുപാട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് മൊത്തം മിക്സഡ് ആണ്. ഒന്നെങ്കിൽ ഇവന്മാരെ മൊത്തം സെയിലാക്കും, അല്ലെങ്കിൽ ഇവന്മാരെ എല്ലാവരും ഒന്നിച്ചിട്ട് ഒരു സിൻടെക്സിന്റെ ടാങ്കിലേക്ക് ആക്കാനുള്ള പരിപാടിയാണ്. മിക്കവാറും സെയിലാക്കാറുണ്ടാവില്ല. ഇവന്മാരെ നമ്മൾ തന്നെ വളർത്തിയെടുക്കാറാണ് പതിവ്. വേറെ ഒന്നും ഉണ്ടല്ല, ഈ പാനൊക്കെ നമുക്ക് ഒഴിച്ചെടുക്കണം. കാരണം ഡിസംബർ മാസമാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഷ്രിംസിനെ ബ്രീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് ഇത് നമ്മുടെ എന്താ പറയാ ഫിഞ്ചസിന്റെ കൂടെ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഫിഞ്ചസ്, ലവ് ബേർഡ്സ് ഒക്കെ ഞാൻ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ തണുപ്പൊക്കെ ആയ സമയത്ത് എന്തൊക്കെയോ അസുഖമൊക്കെ ഇവന്മാർക്ക് വന്ന് മൊത്തത്തിൽ അടിച്ചു പോയിട്ടോ. ആകെ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളൊക്കെ ഇറങ്ങി വന്നതാണ്. മൊത്തത്തിൽ എന്തോ അസുഖം വന്ന് മൊത്തം ഡെഡായി പോയി. അപ്പോൾ ഇവന്മാരൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജേസിൽ വെള്ളം നിറഞ്ഞിട്ടോ. മുഴുവൻ നിറയ്ക്കുന്നില്ല, ഏകദേശം ഒരു 70-80% മാത്രമേ വെള്ളം നിറയ്ക്കുന്നുള്ളൂ. ഈ നിറഞ്ഞിരിക്കുന്ന ഫ്രിഡ്ജേസിലെ വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ട് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ പോളർ വൈറ്റിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ബേസിനാണ്. പോളർ വൈറ്റിന്റെ ബ്രീഡിംഗ് ടാങ്ക് ആട്ടോ. അപ്പോൾ അതിലെ പ്ലാന്റ് ഒക്കെ എടുത്ത് നമ്മൾ മാറ്റിയിടുകയാണ്. വേറെ ഒന്നല്ല, അതിൽ വിഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിവാക്കാന്ന് കരുതി. പിന്നെ നമ്മുടെ ബ്രീഡിംഗ് ടാങ്കിലേക്കും നമുക്ക് പ്ലാന്റ്സ് ഇടേണ്ട ആവശ്യമുണ്ട്. പക്ഷെ എന്തായാലും 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് കണ്ടീഷൻ ആയിട്ട് അതിൽ നമ്മൾ പ്ലാന്റ്സ് ഇടുള്ളൂ കേട്ടോ. പിന്നെ ഈ ടാങ്ക് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. എന്റെ വീഡിയോ കാണുന്നവർ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇതിൽ എന്തൊക്കെ വിഷയമുള്ളതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. കുറച്ച് റെഡ് പ്ലേറ്റും കുറച്ച് മിക്സഡ് ഗപ്പിയൊക്കെ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ടാങ്കുകൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഗ്രോത്ത് ആവട്ടെ. അപ്പോൾ ബാക്കിയുള്ള ടാങ്കിൽ പ്ലാന്റ് അഴുകിപ്പോയാലും അത് എടുത്ത് ഒഴിവാക്കിയിട്ട് ഇതിൽ നിന്നാണ് കൊണ്ടിടുക. എന്റെ ഫേവറേറ്റ് ടാങ്കും കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഫ്രിഡ്ജേഴ്സ് കഴുകലും വെള്ളം നിറയ്ക്കലൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം ക്ഷീണിച്ച് അകത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ വീട്ടുകാരെല്ലാവരും ഇരുന്ന് KGF ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമ കാണാനൊന്നും ഇരുന്നില്ല, നേരെ അടുത്ത പരിപാടിക്ക് പോയിട്ടു. ഇത് ഫ്രിഡ്ജേഴ്സിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി ഞാൻ തന്നെ കെട്ടിണ്ടാക്കിയതാട്ടോ. നമ്മുടെ ഇലക്ട്രിക്കൽ പൈപ്പും ഒരു ചെറിയ നെറ്റും വെച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട് ഇത് ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഏഞ്ചൽ ഫിഷ് ബ്രീഡിംഗ് സീരീസ് എന്തായിരുന്നു. അപ്പോൾ അതും ഈ വീഡിയോന്റെ കൂടെ തന്നെ പറയാം. പ്രത്യേകിച്ചൊന്നുമില്ല, അത് കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിരുന്നു. മൊത്തത്തിൽ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ്. നല്ല പനി പിടിച്ച് ജലദോഷം പനിയൊക്കെ ആയിട്ട് എന്താണെന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ ആയി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് വേറെ അടുത്ത പണി വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഏഞ്ചൽ ഫിഷിൻ്റെ ബ്രീഡിങ് ഏകദേശം ഫ്ലോപ്പായ മാതിരിയാണ് ഒരു 80%. കാരണം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഏഞ്ചൽ ഫിഷിൻ്റെ എഗ്ഗ് ഏകദേശം ഫിൽറ്റർ ഓഫ് ചെയ്തിട്ട് പറയാം. അതായത് നമ്മുടെ ഏഞ്ചൽ ഫിഷിൻ്റെ എഗ്ഗ് നമ്മൾ ബ്രീഡിങ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ ഏഞ്ചൽ ഫിഷിൻ്റെ. അപ്പോൾ അവരെ എഗ്ഗ് ഏകദേശം ഒരു 80% കേടായി പോയിട്ടോ. ഫംഗലടിച്ച് പോയിട്ടുണ്ട്. ഈ വൈറ്റ് കളറിൽ കാണുന്ന മുത്ത് പോലെ കാണുന്നതൊക്കെ ഫംഗലടിച്ച് പോയതാണ്. അപ്പോൾ രാവിലെ ഒന്നും ഇത്ര ഇല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് സ്പ്രെഡ് ആയത്. എനിക്ക് തോന്നുന്നു മെയിലിൻ്റെ ഫെർട്ടിലിറ്റി അത്ര പ്രോപ്പർ ആയിട്ടില്ല. അപ്പോൾ ഇനി അടുത്തൊരു ബ്രീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് മെയിലിൻ്റെ കൂടെ, അതായത് പേരൻസിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കുക. അതായിരിക്കും ബെറ്റർ. കുറച്ചുകൂടെ ഒരു ഹെൽത്തും ഒക്കെ അതായിരിക്കും നല്ലത്. ഈ എഗ്ഗ് എടുക്കുന്ന സമയത്തുള്ള സ്ട്രെസ്സൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി എഗ്ഗ് ഓരോ കൂടെ വെച്ചിട്ട് ആദ്യം കുട്ടികളെ ഇറക്കിയതിന് ശേഷം എഗ്ഗ് മാറ്റി വെച്ചിട്ടുള്ള ബ്രീഡിങ് കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ 2 ദിവസത്തിന് ശേഷം നമ്മള് ഫ്രിഡ്ജേഴ്സിൽ നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അടുത്തേക്ക് വന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കൈയിട്ട് മൊത്തത്തിലൊന്ന് അലമ്പൊക്കെ ആക്കി വെക്കും ട്ടോ. വേറൊന്നുമല്ല, ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ ഫ്രിഡ്ജേഴ്സിൽ ഇടേണ്ട ആവശ്യമുണ്ട്. വേറൊന്നും കൊണ്ടല്ല ട്ടോ. ഈ കൊണ്ടുവരുന്ന ഫിഷ് ഒരുപക്ഷെ ബ്രീഡായി കഴിഞ്ഞാണ് കുട്ടികളെ ഇവന്മാർ മൊത്തത്തിൽ അടിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഫോക്സ് ടെയിലും പിന്നെ അതുപോലെ വേറെന്തോ പേരറിയാത്ത ഒരു പ്ലാന്റ് ആണ്. അച്ഛനാണ് അറിയുന്നത്. അച്ഛനാണ് ഈ പ്ലാന്റ്സിന്റെ ആൾ ട്ടോ മെയിനായിട്ട്. ഏത് ഫിഷ് ടാങ്ക് ആയാലും അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ച് അതിൽ പ്ലാന്റ്സ് നടാന്നുള്ളതാണ് അച്ഛന്റെ ഹോബി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ മിക്ക ഫ്രിഡ്ജേഴ്സ് മാത്രമല്ല എല്ലാ ഫിഷ് ടാങ്കിലും താഴത്ത് പൂഴിയും അതിൽ ചെടി നട്ടതായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും ട്ടോ. അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും സംഭവം നല്ല സെറ്റാട്ടോ. അങ്ങനെ നമ്മളെ കൊറിയർ ഓഫീസിൽ നിന്നുള്ള പാർസൽസ് എടുത്ത് വന്ന് നേരെ വീട്ടിൽ കൊണ്ടുവച്ച്. ഇതിന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല. പോരെ? ഈ കൊണ്ടുവന്ന പെട്ടിയില് മുള്ളൻപന്നീന്റെ കുട്ടിയാന്നട്ടോ ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഞാൻ എട്ടുകാലിനെ കൊണ്ടുവന്നവര് ഇവ മുള്ളൻപന്നീനും പിടിച്ച് കൊണ്ടുവന്നാണോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അൺബോക്സ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ ഈ കവർ കണ്ടപ്പോഴാട്ടോ ഇവർക്ക് എല്ലാവർക്കും സമാധാനമായത്. അതിന്റെ മുന്നേ ഞാൻ ഹെഡ് ജോഗിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ടേബിളിൽ ഇരുന്ന് കാണായിരുന്നു. ഞാൻ എന്തിന്റെ വീഡിയോസ് ടേബിളിൽ ഇരുന്ന് കണ്ടാലും അടുത്ത ദിവസങ്ങളിൽ ഏത് ദിവസം അതിന് മേടിച്ചുകൊണ്ടാണ് വരിക. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫിഷ് ഒക്കെയാണ് കൊണ്ടുവന്നത് നമുക്ക്. അപ്പൊ അമ്മയ്ക്ക് കണ്ട്, അമ്മയ്ക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട്. നമ്മൾ പാറൂട്ടനും കണ്ട്, പാറൂട്ടനും അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഫിഷ് ആട്ടോ ഇവര് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഈ പാർക്ക് അക്വാട്ടിക് എന്ന് പറഞ്ഞ ടീമാണ് നമുക്ക് ഈ തവണ അയച്ചു തന്നിരിക്കുന്നത്. ഗപ്പി ഷ്രിമ്പ് ഒക്കെ ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ബ്ലൂ സ്റ്റോക്ക് ആക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. ഇതിലൊരു 2 പേര് എൻ്റെ അല്ല കേട്ടോ. 2 പേര് നമ്മൾ നന്ദുവിന് വേണ്ടിയിട്ട് മേടിച്ചാണ്. അപ്പോൾ അവന് കൊടുക്കണം ഈവനിങ് ആകുമ്പോൾ വന്നാണെങ്കിൽ. അങ്ങനെ കുറച്ച് വാട്ടർ ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ആവാൻ വേണ്ടി ഇവരെ നേരെ നമ്മൾ കവറോടെ അവിടെ കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ടോ. പിന്നെ പതിയെ റബ്ബർ ബാൻഡ് കഴിച്ചിട്ട് നമ്മുടെ വെള്ളമായിട്ട് ഇവന്മാരെ ഒന്ന് മിക്സ് ആക്കണം. വേറെ ഒന്നല്ല, എല്ലാ വാട്ടർ പാരാമീറ്റേഴ്സും ഒന്നാക്കിയിട്ട് വേണം ഇവന്മാരെ ഇറക്കാൻ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.